ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാണ്. എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. മോർണിംഗ് ഡ്യൂട്ടിക്കാരൊക്കെ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാനാണ് ഇന്നലെ നൈറ്റ് കഴിഞ്ഞിട്ട് പകൽ മുഴുവൻ ഉറങ്ങാതെ കണ്ണും തുറന്ന് നടന്നിട്ട് രാത്രിയിൽ 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ഗൈസ്. വിശപ്പിൻ്റെ ആധിക്യം മൂലം എഴുന്നേറ്റിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ ഒരു റൂമിൽ 2 പേരാണ്. അപ്പം ഒരാൾ എണീറ്റ് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേയാൾക്ക് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് തന്നെ പുറത്ത് വന്നിരിക്കും. അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തി വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ഞാനന്ന് ഓർത്തു, ഞങ്ങളുടെ കഫറ്റീരിയയിൽ നിന്ന് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ പോയി ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ ലക്ഷ്യം വെച്ചുള്ള പോക്കാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഇച്ചിരി ദൂരമുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ലോഞ്ചാണ്. അപ്പോൾ ഒരാൾ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നൊക്കെ ഇരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അകത്ത് നല്ല ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ നമ്മുടെ പുറത്തും ഒക്കെ നല്ല ചൂടാണ്, നല്ല വെയിലാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ അകത്ത് നല്ല ചൂടാണ്. AC ഉണ്ടെങ്കിൽ അത് വർക്കിംഗ് അല്ല ഇത്. പിന്നെ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ സമൂലി, ഇവിടെ പറയുന്ന സമൂലി എന്നാണ്, നീളത്തിലുള്ള ബ്രെഡ്. ഇത് ഇവിടെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 എഗ്ഗുണ്ട്. പിന്നെ നമ്മുടെ ഒരു പരിപ്പ് കറിയുണ്ട്. പരിപ്പ് കറി നമ്മുടെ ടേസ്റ്റ് അല്ല, എങ്കിലും കുഴപ്പമില്ല, തരക്കേടില്ല, കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രീൻ ടീയും കൂടെ ആയപ്പോഴത്തേക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു റൂമിൽ പോയാൽ ഇനി അങ്ങോട്ട് ഉറങ്ങിപ്പോകും, പിന്നെ രാത്രി ഉറക്കം കിട്ടത്തില്ല. എല്ലാ നേഴ്സുമാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയാലും നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത ഒരു നേഴ്സുമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എല്ലാ നേഴ്സുമാരുടെ അവസ്ഥ ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ മാലാഖമാരെന്ന് വിശേഷിക്കപ്പെടുന്ന ഞങ്ങൾ ലോകത്തിലെവിടെയായാലും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ, എല്ലാ പ്രൊഫഷനുള്ളവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പുറത്ത് വന്നിരുന്ന കേട്ടോ. ഇത് ഞങ്ങൾക്ക് പുറത്ത് ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിൽ ഇരിക്കാനാണ് രസം. അപ്പം സീനറിയൊക്കെ കണ്ടിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫോളോയും കമൻറ്റും ലൈക്കൊക്കെ